ഇനി മുതൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് കുറഞ്ഞ എണ്ണയിൽ നല്ല സ്ലോ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ഫ്രൈ ആണിത്. ഭയങ്കര ടേസ്റ്റാണ്. റെസിപ്പി മുഴുവനായിട്ട് കണ്ടതിന് ശേഷം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തൈസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ല കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ഫെനൽ സീഡ്സ് പൊടിച്ചത്, പെരുംജീരകം പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുനാരങ്ങയുടെ നീര്. ഇനി ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചിക്കനിലേക്ക് നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിത് ഏകദേശം ഒരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലോണം ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അത്യാവശ്യം ചിക്കൻ ഫ്രൈ ആവേണ്ട കുറച്ച് ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഞാനിത് നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നല്ലോണം സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് ചിക്കൻ ഫ്രൈ തോന്നാറ്. ചിക്കൻ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റും ജ്യൂസി ആവുകയും ചെയ്യും, നല്ല കുക്കായിട്ടും വരികയും ചെയ്യും. എന്നാലും നമ്മൾ പുറത്ത് നല്ല ഓവർ ഫ്രൈ ആവില്ല, നല്ല പോലെ ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കാൻ പറയുന്നത്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇന്നിത് ഞാനൊരു 10-15 മിനിറ്റ് ഇതുപോലെ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, സ്ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. സ്ലോ ആയിട്ട് കുക്ക് ചെയ്താലും നല്ല ഫ്രൈ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. വീഡിയോ മുഴുവനായിട്ടും കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 15 മിനിറ്റോളം ഞാൻ ഒരു സൈഡ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു സൈഡ്. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി സ്ലോ കുക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലേൻ്റെ ആ ഒരു സ്മെല്ലും നല്ല മൊരിഞ്ഞ ചിക്കൻ ഫ്രൈയുടെ ഒരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. ഒരു 15 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടി മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റും കൂടിയുണ്ട് ഈ ചിക്കൻ ഫ്രൈ. ഇനി വീട്ടിൽ നമ്മൾ ബിരിയാണിക്കോ ചോറിനോ എന്ത് വേണമെങ്കിൽ നമ്മൾ സൈഡായിട്ട് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാനധികം ഇത് ചോറിനാണ് ട്രൈ ചെയ്യാറ്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.